വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങ് ശാന്തയും രാജിയും കൂടി തർക്കിക്കുകയാണ്. ശാന്തയ്ക്കാണെങ്കിൽ ഗോപാലകൃഷ്ണൻ അവിടെ നിൽക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ രാജി ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ശാരദാമ്മയും കൂടി തള്ളി പറഞ്ഞാൽ ഗോപാലേട്ടൻ എങ്ങോട്ട് പോകുമെന്ന്. അന്നേരം സഹായിച്ചവരൊക്കെ ഉണ്ടല്ലോ, സ്വത്തുക്കളൊക്കെ കൈവശമാക്കിയവരില്ലേ, അവരുടെ കൂടെ പോകട്ടെ എന്നാണ് ശാന്ത പറയുന്നത്. അന്നേരം ശാരദാമ്മയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് എൻ്റെ രണ്ട് മനസാക്ഷികൾ അപ്പുറം ഇപ്പുറം ഒന്ന് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒരു ഭാഗം വേണമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം വേണ്ട എന്ന് പറയുന്നു. പക്ഷേ ശാരദ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കല്യാണം കഴിപ്പിക്കാറായ ഒരു മകൾ കൂടിയുണ്ട്. അവൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുമ്പോൾ അല്ലാതെ തന്നെ തടസ്സങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ വേറൊരു പെണ്ണിൻ്റെ ഭർത്താവിനെ കൈയടക്കി വെച്ചിരിക്കുന്നതാണ് അമ്മ എന്ന് പറയും. പിന്നെ കെട്ടിച്ചു വിട്ട രണ്ട് പെൺമക്കളെ വീട്ടിലെയും അവരുടെയും കുത്തിയൊക്കെ വേദനിപ്പിക്കും. എൻ്റെ അമ്മ ഇങ്ങനെയല്ലേ, അപ്പോൾ പിന്നെ മക്കൾക്ക് അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം രാജി പറയുന്നുണ്ട്, നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ശാരദാമ്മയ്ക്ക് ശ്യാമയും കൂടി കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ശാരദാമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേ. ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. സുഖം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ കൂടെ ഇരിക്കാനും ദുഃഖം വരുമ്പോൾ പോട്ടെ സാരമില്ല എന്ന് പറയാനും ഒരാൾ വേണ്ടേ എന്നൊക്കെ ചോദിച്ച് രാജി പറയുന്നുണ്ട് ഗോപാലകൃഷ്ണനെ അവിടെ നിർത്താനായിട്ട്. പക്ഷേ അവസാനം ശാരദാമ്മ പറയുകയാണ്, 3 മക്കളെയും ഇട്ടിട്ട് ഗോപാലേട്ടൻ പോയപ്പോഴും ശാരദയ്ക്ക് ഒരുപാട് വഴികളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ വേണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നത്. ഇനിയും ശാരദയ്ക്ക് കൂട്ട് വേണ്ട, മക്കൾ മാത്രം മതി. വിഷ്ണുവിൻ്റെ കൂടെ ശാലിനി അവിടെ സത്യാമ്മയുടെ കൂടെ സന്തോഷത്തിലല്ലെങ്കിലും വിഷ്ണു കൂടെയുണ്ട്. അവർ നല്ലതുപോലെ ജീവിക്കുന്നെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ അവരെവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞങ്ങ് ശാരദാമ്മ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ശാരിക അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, അമ്മയെ വിഷ്ണുവേട്ടനും ശാലിനിയും കൂടി ഒരു വീടെടുത്ത് താമസമായിട്ടുണ്ട്, മോളുമുണ്ട്. ഞാനവിടെ പോയിരുന്നു, അവസ്ഥ കുറച്ച് മോശമാണെന്ന് പറയുമ്പോൾ എന്താ മോളെ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ശാരിക അവിടെ പോയതും അവിടെ ഉണ്ടായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ശാരദാമ്മയോട് പറയുകയാണ്. തുടർന്ന് വള കൊടുത്ത കാര്യം വരെ ശാലിനിക്ക് അത് കൊടുത്തത് വരെ സങ്കടത്തോടെ ശാലിനി വാങ്ങിക്കുന്നത് വരെ ശാരിക പറയുമ്പോൾ ശാരദയുടെ ദുഃഖത്തിന് ഒരു അറുതിയും ഇല്ലല്ലോ ദേവി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശാരദാമ്മ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്, അകത്തെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതേസമയം ഈ സംഭവങ്ങളൊക്കെ കേൾക്കുന്ന രാജിക്കും ശാന്തയ്ക്കും വരെ വിഷമമാകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കമലൻ വിഷ്ണുവിനെയും കൂട്ടി ഒരു തടി മില്ലിലേക്ക് എത്തുകയാണ്. അന്നേരം അവിടുത്തെ ഓണറായ പത്രോസ് അച്ചായൻ്റെ പേഴ്സണൽ ഡ്രൈവറായിട്ടാണ് ജോലി. അച്ചായൻ ഏത് സമയം ഇവിടെ തന്നെ കുത്തിയിരിക്കുന്ന സ്വഭാവമൊന്നുമല്ല, എപ്പോഴും കറക്കമാണ്, നല്ല മനുഷ്യപറ്റുള്ള സ്വഭാവമാണെന്നൊക്കെ പറയുമ്പോൾ നീ പറഞ്ഞാൽ കേൾക്കില്ലേ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ആശാൻ്റെ കൂടെ അല്ലാത്തപ്പോഴും ഞാൻ ഇവിടെ കൈസഹായത്തിനൊക്കെ വരാറുണ്ട്, അതിനെനിക്ക് കൂലിയും തരാറുണ്ട്, ഡ്രൈവറായിട്ടും ഞാൻ പോകാറുണ്ട്. അപ്പോൾ തൊഴിലാളി മുതലാളി എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല, കൂടെ ഇരുത്തി ഭക്ഷണം വരെ തരും എന്നൊക്കെ അങ്ങ് കമലൻ തട്ടിവിടുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കമലിനെ നോക്കുമ്പോൾ, അല്ല എൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണെന്ന് കമലൻ പറയുന്നുണ്ട്. തുടർന്ന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ പത്രോസ് അച്ചായൻ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വിഷയമുണ്ട്. ജയരാമൻ ഈ മില്ലിലെ സൂപ്പർവൈസറാണ്, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ജയരാമൻ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, ജയരാമൻ എന്തും കുളമാക്കി കൈ തരുന്നൊരു സ്വഭാവമാണ്. ഞാനും ജയരാമനും തമ്മിൽ ചെറിയൊരു ശീതസമരം തന്നെ ഉണ്ട്, വാ നമുക്ക് അകത്തേക്ക് പോവാമെന്നും പറഞ്ഞ് ആ മില്ലിനകത്തേക്ക് വിഷ്ണുവിനെയും കൂട്ടി കമലം പോവുകയാണ്. തുടർന്ന് പത്രോസ് അച്ചായൻ ഒരു പ്രകൃതി സ്നേഹി കൂടിയാണെന്നൊക്കെ കമലം പറഞ്ഞുകൊണ്ടാണ് അവർ നടന്നു പോകുന്നത്. ഇതേസമയം പത്രോസ് അച്ചായനാണെങ്കിൽ അവിടെ തടിയെടുക്കാൻ വന്ന വേറെ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ജയരാമനുമുണ്ട്. ജയരാമനെ കമലം വിഷ്ണുവിനെ കാട്ടിക്കൊടുക്കുന്നുമുണ്ട്. തുടർന്ന് തടിയെടുക്കാൻ വന്ന ആൾ കഴുക്കോലും ഒക്കെ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ കോൺക്രീറ്റ് വീടാണ് വെക്കുന്നത്, ഫർണിച്ചറിന് ആവശ്യമായ സാധനങ്ങൾ മതി, അത് ജയരാമനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇളങ്ങ് പോവുകയാണ്. പക്ഷെ അത് പത്രോസ് അച്ചായനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കോൺക്രീറ്റ് കണ്ടുപിടിച്ചവന്മാർ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് വിഷ്ണുവിനെയും കമലിനെയും കാണുന്നത്. അതിനു മുമ്പേ അവർ കുടുംബക്കാരും പത്രോസിൻ്റെ അച്ഛൻ തടി വീണ് മരിച്ച കഥയും ഒക്കെ കുറേ സംസാരങ്ങൾ അവിടെ പറയുന്നുണ്ട്. തുടർന്ന് എന്താ കമല, തൊട്ട് വല്ലതും തടയുന്ന കേസാണോ എന്ന് പത്രോസ് അച്ചായൻ ചോദിക്കുകയാണ്. അന്നേരം അല്ല, ഞാൻ ഒരു ജോലിക്കാര്യത്തിനാണ് എന്ന് പറഞ്ഞ് കമല ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ജയരാമൻ അതിനിടയ്ക്ക് കയറുകയാണ്. ജയരാമൻ ഒരു പേപ്പർ കാണിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ മേരിമാതാ സ്വാമില് അച്ചായൻ്റെ ഔദോ അപ്പൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന സൈക്കിൾ റേസിൻ്റെ പിന്നെ നോട്ടീസ് അടിക്കാനുള്ളതാണ്. ഇത് അച്ചായൻ നോക്കി കഴിഞ്ഞിട്ട് വേണം പ്രസ്സിൽ അടിക്കാനായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അത് കാണിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ടത് ഇതിനൊരു ഗുമ്മില്ലല്ലോടാന്നും പറഞ്ഞ് ജയരാമനെ അങ്ങ് പത്രോസ് വഴക്ക് പറയുകയാണ്. അന്നേരം പിന്നെ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സൈക്കിൾ റേസിന് എത്ര രൂപയാണ് സമ്മാനം കൊടുക്കുന്നത് എന്നിങ്ങനെ പത്രോസ് ചോദിക്കുകയാണ്. അന്നേരം ജയരാമൻ പറയുന്നുണ്ട്, 2,37,000
എത്രയോ ചില്ലറ രൂപ. അന്നേരം എല്ലാം കൂടി അവർക്കുണ്ടാകുന്ന ഭക്ഷണം, പിന്നെ അതിൻ്റെ ചിലവ്, ടാർപ്പാ കസേര എല്ലാം കൂടി എത്ര ചിലവാകുമെന്ന് ചോദിക്കുമ്പോൾ 3 ലക്ഷം രൂപ ചിലവാകുമെന്ന് ജയരാമൻ പറയുകയാണ്. അന്നേരം ജയരാമനെ പത്രോസ് വഴക്ക് പറയുകയാണ്. പിന്നെ 3 ലക്ഷം രൂപ അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് 3,37,477 അങ്ങനെ ഒരു കണക്ക് പറഞ്ഞിട്ട് ഹരിച്ചും കൂട്ടിയും ഒക്കെ പത്രോസ് കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു പൈസ പോലും ഞാൻ വെറുതെ കളയില്ല, കളഞ്ഞാൽ എൻ്റെ അപ്പം ഔദോ വന്ന് എന്നോട് ചോദിക്കും എന്നൊക്കെ പറയുകയാണ്. ജയരാമൻ ചോദിക്കുകയാണ്, പിന്നെ സമ്മാനം കൊടുക്കുന്ന തുക നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കും? അതെന്തായാലും കിട്ടില്ലല്ലോ, ഒരു പരസ്യം കൊടുക്കാം, അത് ഞാൻ വെച്ചിട്ടുണ്ട്, മേരി മാതാ സാമില്ലെന്നൊക്കെ ജയരാമൻ പറയുകയാണ്. അന്നേരം അതൊന്നുമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗുമ്മില്ല എന്ന്. ഇത് നമ്മൾ 3 ലക്ഷം ചിലവാക്കുന്നത് ഒരു 30 ലക്ഷമായിട്ട് തിരിച്ചു പിടിക്കണം. ഇപ്പോൾ ഒരുത്തൻ ഇവിടെ നിന്ന് തടിയൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഇറങ്ങി പോയില്ലേ, അങ്ങനെ ഒരുത്തനും ഇവിടെ നിന്ന് പോകാൻ പാടില്ല, നല്ല ഉഗ്രൻ ഡയലോഗ് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ജയരാമനൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം അച്ഛൻ എന്നോട് വ്യക്തമായിട്ട് പറയുമ്പോൾ 2-3 പരസ്യവാചകങ്ങൾ പത്രോസ് പറയുകയാണ്. കൂടെ കിടക്കാൻ വിലാസിനി ബെഡ്, ഇരിക്കാൻ കുമാർ കസേര എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ജയരാമന് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് വിഷ്ണു പെട്ടെന്നങ്ങ് പറയുകയാണ്, തടി കുറയ്ക്കേണ്ട, മേരി മാതാ സാമില്ലെന്ന്. അന്നേരം അത് കേൾക്കും പെട്ടെന്ന് വിഷ്ണു അങ്ങ് പറയുന്നുണ്ട് ആ ഡയലോഗ്. അന്നേരം കമലിനങ്ങ് വിഷ്ണുവിനെ അവർക്ക് പിടിക്കുകയാണ്. ആശാൻ എന്തുവാ പറയുന്നത്? ആദ്യമേ അച്ചായന് ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ജോലിയൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോഴാണ് വിഷ്ണുവിന് ആ പറഞ്ഞതങ്ങ് ബോധ്യമാകുന്നത്. ചേട്ടാ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പത്രോസ് ആണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്താ താൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ പെട്ടെന്നൊരു ആവേശത്തിൽ പറഞ്ഞതാണ്, തടി കുറയ്ക്കണ്ട, മേരി മാതാ സാമില്ലെന്ന്. അന്നേരം പത്രോസ് പെട്ടെന്ന് അങ്ങ് ചിരിക്കുകയാണ്. വിഷ്ണു പേടിച്ചിരിക്കുമ്പോൾ, ആഹാ ഇവനാൾ കൊള്ളാമല്ലോ, എനിക്ക് ഒരു മോള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ കെട്ടിച്ചു കൊടുത്തേനെ, ഉള്ള ഒന്നിൻ്റേത് മനസ്സമ്മതം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ആരാടോ ഇതെന്ന് കമലിനോട് ചോദിക്കുകയാണ്. അന്നേരം ജയരാമനാണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്, എൻ്റെ ആശാനാണ്, അച്ചായനൊരു ഡ്രൈവർ വേണമെന്ന് പറഞ്ഞില്ലേ, അതിനുവേണ്ടി കൊണ്ടുവന്നതാണെന്നിങ്ങനെ കമലം പറയുകയാണ്. പേര് വിഷ്ണു എന്നിങ്ങനെ കമലം പറയുമ്പോൾ, അപ്പോൾ നീ തന്നെ ഇനി മുതൽ എൻ്റെ ഡ്രൈവർ എന്ന് പറയുകയാണ് പത്രോസ്. അന്നേരം വിഷ്ണുവിനും കമലിനും ഒക്കെ സന്തോഷമാവുകയാണ്. പക്ഷേ ജയരാമൻ പിന്നീടും ഇടയ്ക്ക് കയറുകയാണ്. അതെങ്ങനെ ശരിയാവും വെച്ചാൽ അതെൻ്റെ അനന്തരവൻ ദീപകിന് കൊടുക്കാമെന്നല്ലേ പറഞ്ഞതെന്ന്. അന്നേരം പത്രോസും പറയുകയാണ്, അത് ശരിയാണല്ലോ, ഞാൻ വാക്ക് പറഞ്ഞു പോയതാണ്, കൊടുത്ത വാക്ക് മാറ്റി പറയുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ പത്രോസ് വീണ്ടും തിരുത്തി പറയുമ്പോൾ വിഷ്ണുവിൻ്റെയും കമലിൻ്റെയും മുഖമങ്ങ് മാറുകയാണ്. അപ്പോഴേക്കും ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ജയരാമനെ മാറ്റി നിർത്തിയിട്ട് വിഷ്ണുവിന് വേക്കൻസി കൊടുക്കും എന്നാണ് തോന്നുന്നത്. അതോ ഇനി ഈ സൈക്കിൾ റേസിന് വിഷ്ണു പങ്കെടുത്ത് വിഷ്ണു സമ്മാനം കരസ്ഥമാക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.